മലപ്പുറം ജില്ലാ പഞ്ചായത്ത് 2022-23 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച പൊന്മുണ്ടം ഗ്രാമപഞ്ചായത്ത് 16-ാം വാർഡിലെ അംഗനവാടി കെട്ടിടം നാടിന് സമർപ്പിച്ചു. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ ഉദ്ഘാടനം നിർവഹിച്ചു. അദ്ദേഹത്തിന് ഈ വർക്ക് എടുക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ കഴിയില്ല എന്ന് പറഞ്ഞ് വീണ്ടും ടെൻഡറൊക്കെ നടത്തിയിട്ടാണ് നമുക്ക് ഈ അംഗൻവാടി യാഥാർത്ഥ്യമായത്. നമുക്ക് ഇവിടെ വരുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അംഗൻവാടിക്ക് സൗജന്യമായിട്ടാണ് സ്ഥലം കിട്ടിയത്. അപ്പോൾ ഇങ്ങനെ അംഗൻവാടികൾക്കൊക്കെ ഒരു പക്ഷെ സൗജന്യമായിട്ട് സ്ഥലം കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്ത് ക്യാഷ് കൊടുത്ത് പിന്നെ അംഗൻവാടിക്ക് 3 സെന്റ് 5 സെന്റ് സ്ഥലമൊക്കെ വാങ്ങാറുണ്ട്. പക്ഷെ അംഗൻവാടിക്ക് സൗജന്യമായി സ്ഥലം കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം കൊടുക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു കാര്യം തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ നമുക്കൊരു താഴ്ചയുള്ള ഒരു ഭാഗത്തായതുകൊണ്ടുള്ള ഒരു പ്രയാസം കാരണമാണ് ഇത്രയും അധികം നീണ്ടുപോയത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ നമ്മൾ 2025-ലാണ് നിൽക്കുന്നത്. ഇവിടെ പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്തിന്റെ മെമ്പർ ഈ ഗ്രാമപഞ്ചായത്തിലേക്ക് അനുവദിച്ച തുകയെക്കുറിച്ചും വിവിധ പദ്ധതികളെ കുറിച്ചും ഒക്കെ നിങ്ങളോട് സൂചിപ്പിച്ചു. എന്നോട് പോരുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്റെ ഡിവിഷനിലേക്ക് ഞാൻ 3 അംഗൻവാടികളാണ് കൊടുത്തത്. അതിൽ 4 അതിൽ 2 പൊന്മുണ്ടം ഗ്രാമ പഞ്ചായത്തിലാണ്. അപ്പോൾ ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ഭരണസമിതി അധികാരത്തിൽ വന്നപ്പോൾ ഞങ്ങൾ ഇതുപോലെ CDPOമാരുടെയും ICDS സൂപ്പർവൈസർമാരുടെയൊക്കെ ഒരു യോഗം വിളിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു. ആ യോഗത്തിൽ അവർ പറഞ്ഞത് ഏകദേശം നമ്മുടെ മലപ്പുറം ജില്ലയിൽ 600ഓളം വരുന്ന അംഗൻവാടികൾ, അതിലെ ശോച്യാവസ്ഥയിലുള്ള കെട്ടിടങ്ങളുണ്ട്, വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നതുണ്ട്, സ്ഥലമില്ലാത്ത അംഗനവാടികളുണ്ട് എന്ന രീതിയിലുള്ള റിപ്പോർട്ടാണ് ജില്ലാ പഞ്ചായത്തിന്റെ ഭരണസമിതിക്ക് മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആ മീറ്റിംഗിൽ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ജില്ലാ പഞ്ചായത്ത് ഓരോ സാമ്പത്തിക വർഷവും നമ്മൾ ഓരോ ഡിവിഷനിലേക്കും ഓരോ ഡിവിഷൻ മെമ്പർമാർക്ക് അവർക്ക് അനുവദിക്കുന്ന തുക വിനിയോഗിച്ചുകൊണ്ട് തന്നെ അവർ അംഗനവാടികൾ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. ഏകദേശം 150-ലധികം വരുന്ന അംഗനവാടികൾ ഈ ഭരണസമിതിയുടെ കാലയളവിൽ ഞങ്ങൾക്ക് വിവിധ ഗ്രാമപഞ്ചായത്തുകളിലേക്ക് നിർമ്മിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് വളരെ അഭിമാനത്തോടെയാണ് പറയുന്നത്.
നോക്കണം.